കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഷലോം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് സുഖമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 41-42 വാക്യങ്ങൾ എല്ലാവർക്കും ചേർന്ന് ഉറക്കെ വായിക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് കാണുന്നു. അടുത്തത് വായിക്കാം. 45-ാമത്തെ വാക്യം. സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടിവരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ തൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട്, അതായത് ഞാൻ ചെയ്ത പാപപ്രവൃത്തികൾ കൊണ്ടാണ് ലോകരക്ഷകനായിരുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഞാൻ ചെയ്ത പാപപ്രവൃത്തികൾ കൊണ്ട് അവൻ ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചു. ആ വാസ്തവത്തെ അറിഞ്ഞതായ ഞാൻ എൻ്റെ പാപപ്രവൃത്തികളെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമ ചോദിച്ചു. ഒരു സഹോദരനെക്കുറിച്ച് അറിയാമായിരുന്നു. നിഗളിയായി ജീവിച്ച മനുഷ്യൻ, ആരെയും വകവയ്ക്കുകയില്ലായിരുന്നു, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമായിരുന്നു. എന്നാൽ അവൻ കൽവരി ടെമ്പിളിലേക്ക് കടന്നു വന്നപ്പോൾ ആ വചനം അവനെ മാറ്റിയെടുത്തു. അവൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അതാണ് രക്ഷിക്കപ്പെടുക എന്നത്. നശിച്ച പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശു കർത്താവ് നൽകുന്നതായ പുതിയ ജീവിതത്തെ പ്രാപിച്ച് എടുക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. സാധാരണമായി മനുഷ്യന് ഒരു ജന്മമാണ് ഉള്ളത്. എന്നാൽ ക്രിസ്ത്യാനിക്ക് 2 ജന്മമുണ്ട്. ഒന്ന് ലോകപ്രകാരം ഭൗതികമായിട്ടുള്ള ജനനം, രണ്ടാമത് പറയുക ആത്മാനുസാരമായ ജനനം. അതിനെ എന്താണ് ബൈബിളിൽ പറയുന്നത്? വീണ്ടും ജനിക്കുക. ഒരുവൻ വീണ്ടും ജനിച്ചിട്ടല്ലാതെ, 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുക ഇല്ല. ഒരുവൻ പുതുതായി, അതായത് ഉയരത്തിൽ നിന്ന്, അതായത് ആത്മീയമായി, നീ ആത്മീയമായി വീണ്ടും ജനിക്കണം. പഴയ തകർന്ന ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് യേശു നൽകുന്ന പുതിയ ജീവൻ പ്രാപിച്ചെടുക്കുന്ന വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി, മാനസാന്തരപ്പെട്ടവൻ. അതായത് തിരുമേശയിൽ നിനക്ക് പങ്കെടുക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പഴയതായ നശിച്ച ജീവിതത്തെ അവസാനിപ്പിച്ചതായ ഒരു ദിവസം ഉണ്ടായിരിക്കണം, ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അന്നു മുതൽ നിന്നിലൊരു മാറ്റം ഉണ്ടായിരിക്കണം. അത് നിന്റെ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം കാണണം. അതാണ് മാനസാന്തരം, അതായത് മാറ്റപ്പെട്ടതായ മനസ്സ്. എപ്പോഴാണോ ഞാനും നിങ്ങളും മാനസാന്തരപ്പെടുന്നത്, ദൈവം എനിക്കും നിങ്ങൾക്കുമെല്ലാം പരിശുദ്ധാത്മാവെന്ന വരം നൽകിയിരിക്കുന്നു. വായിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തികൾ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന, അപ്പോൾ നിങ്ങൾക്കെന്താണ്? പരിശുദ്ധാത്മാവെന്ന വരം ലഭിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ പലരും പറയും, ഞങ്ങളുടെ നാട്ടിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവർ ഒരുമിച്ചിരുന്നു, പെട്ടെന്ന് വേഗത്തിൽ കൈയടിക്കുമായിരുന്നു, അതുപോലെ അന്യഭാഷയിലൊക്കെ സംസാരിക്കുമായിരുന്നു, അവിടെ നിന്നും ഇങ്ങോട്ടും ഇവിടെ നിന്നും അങ്ങോട്ടുമൊക്കെ അവർ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതാണോ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ? അല്ല. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇന്ദ്രിയ ജയത്തിൻ്റെയും ആത്മാവിനെ തന്നിരിക്കുന്നു. ദൈവജനത ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന സമയത്ത് പലരും പറയും, അതിനൊരു കൺട്രോൾ കാണില്ല, ആത്മാവിനാൽ നിറയപ്പെട്ടതല്ലേ, കൺട്രോളില്ല കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഓർക്കുക, അവർ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയല്ല, വേറൊരു ആത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ ഇന്ദ്രിയ ജയമുള്ളവൻ ആയിരിക്കും. ആത്മഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ആദ്യത്തെ സ്നേഹമാണ്. അവസാനത്തേത് ഏതാണ്? പറയുക, ഇന്ദ്രിയ ജയം. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? സെൽഫ് കൺട്രോൾ. ചില വെറുതെ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നത് കാണാം. നമ്മൾ പറയാറുണ്ട്, അവന് സെൽഫ് കൺട്രോൾ ഇല്ല കേട്ടോ, കോപിക്കാറുണ്ട്,
എടുത്തു ചാടാറുണ്ട്, ബഹളം വയ്ക്കാറുണ്ട്. അവന് കുറച്ച് സെൽഫ് കൺട്രോൾ കുറവാണെന്ന് പറയും. കേൾക്കുക, പരിശുദ്ധാത്മാവായ ദൈവം നിന്നിൽ വസിക്കുകയാണെങ്കിൽ നിന്റെ വാക്കുകൾക്ക് നിയന്ത്രണം കാണും, നിന്റെ പ്രവൃത്തികൾക്ക് നിയന്ത്രണം കാണും, നിന്റെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം കാണും, നിന്റെ പ്രതികരണത്തിന് നിയന്ത്രണങ്ങൾ കാണും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെതായ ആത്മാവ്, ഇന്ദ്രിയ ജയത്തിൻ്റെ ആത്മാവ്. 2, ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ? വേദപുസ്തകത്തിൽ പറയുന്നു, ആരാണോ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്, പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നത്, അവന് ദൈവം ഒരു സമ്മാനം കൊടുക്കുമെന്നാണ്. ആ സമ്മാനം എന്താണ്? പരിശുദ്ധാത്മാവ്. ബൈബിളിൽ എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. എന്താണ്? നിങ്ങൾക്ക് മാറ്റമുണ്ടാകണം. ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന കർത്താവിനോട് അപേക്ഷിക്കുക, രക്ഷിക്കപ്പെടുക. താഴെ എന്തു പറയുന്നു? അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദാനമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. ഇംഗ്ലീഷിൽ ഗിഫ്റ്റ്, മലയാളത്തിൽ ദാനം, അതായത് സമ്മാനം. ഇപ്പോൾ ഈ TV വാങ്ങുക, മിക്സി ഗിഫ്റ്റായിട്ട് നൽകും, അല്ലെങ്കിൽ ഈ TV വാങ്ങുക, മിക്സർ ഗിഫ്റ്റായിട്ട് നൽകും എന്ന് പറഞ്ഞാൽ TV വാങ്ങുമ്പോൾ തന്നെ നൽകുമോ, അതോ വാങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണോ നൽകുന്നത്? എന്താണ്? ഉടനെ തന്നെ തരും. ആ TV നിങ്ങൾ വാങ്ങുമ്പോൾ അത് പാക്ക് ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഫ്രീ ആയിട്ടുള്ള സാധനവും നൽകും. എന്തുകൊണ്ട്? അതൊരു ഗിഫ്റ്റായിട്ട് തരികയാണ്. സഹോദരി, സഹോദര, നമ്മളെപ്പോഴാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്? പിതാവായ ദൈവം നമ്മെ കണ്ടിട്ട് സന്തോഷിച്ചിട്ട് എന്തു ചെയ്യും? പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് നൽകുകയാണ് ഗിഫ്റ്റായിട്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുമ്പോൾ ഉറക്കെ ഉറക്കെ കൈകളടിക്കുന്നു, സംസാരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു, പ്രവചിക്കുന്നു. ഇതൊക്കെ പല ഇടങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലല്ലോ, എനിക്ക് സ്പീഡിൽ കൈകളടിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ അതോ ഇല്ലയോ? പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ 3000-ഓളം ആളുകൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടുവാനിടയായി. എത്ര പേരാണ്? 3000 ആളുകൾ. 3000 ആളുകൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടു. അവർ സ്നാനപ്പെടുകയും ചെയ്തു. നമുക്കത് വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വചനം കേൾക്കുക, വചനം കേൾക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യേശുവിനെ കൈക്കൊള്ളുക എന്നാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ നടുവിൽ വസിച്ചത്. ആ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു. വചനത്തെ അവർ കൈക്കൊണ്ടതിന് ശേഷം, അതായത് യേശുവിനെ അവർ കൈക്കൊണ്ടതിൻ്റെ ശേഷം സ്നാനം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമതായിട്ട് നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. ചോദ്യം: എന്തിനാണ് സ്നാനപ്പെടുന്നത്? രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണോ അതോ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണോ? പറയണം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ടെന്ന് പറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു എന്നാണ്. എവിടെ നിന്നാണ് രക്ഷിക്കപ്പെട്ട് എന്നാണ് പറയുന്നത്? നരകത്തിൽ നിന്നും, നരകത്തിൻ്റെ തീയിൽ നിന്നും യുഗങ്ങളായി അവിടെ കിടന്ന് ഭയങ്കരമായി അനുഭവിക്കേണ്ട ആ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. കാരണം നീ സ്വന്തം രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. റൈറ്റ്? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് തരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായ ആവശ്യമില്ലേ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കുവാനായി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ എല്ലാം ചോദ്യത്തിൻ്റെ ഉത്തരം 2-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ പത്രോസിന്റെ വാക്കുകൾ കേട്ടതായ, കൈക്കൊണ്ടതായ വ്യക്തികൾ അതിനുശേഷമായിട്ട് സ്നാനം സ്വീകരിക്കുവാനിടയായല്ലോ. അതിനുശേഷം അവർ എന്തു ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 3000-ഓളം ആളുകൾ അന്ന് സ്നാനപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നാണ് കാണുന്നത്. എവിടെയെങ്കിലും ഇവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. ഇവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് കാണുവാനായിട്ട് കഴിയുമോ? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു
എന്നിവിടെ കാണുവാൻ കഴിയുമോ? നിങ്ങൾക്ക് ആദിമസഭയിൽ, അതായത് 3000-ഓളം ആളുകൾ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവരായ യെരുശലേമിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടതായ 3000 ആളുകൾ, ഇവർ പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാഞ്ചിച്ചില്ല. കാരണം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിൻ്റെ വരം തന്നിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ നിന്നും വേർപെടുത്തുവാൻ കഴിയില്ല. പിതാവിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിനെ വേർപെടുത്തുവാനും കഴിയുകയില്ല. പിതാവുള്ളയിടത്ത് പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യേശു ഉള്ളയിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. യേശു നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഏകനായല്ല വരുന്നത്, അവനോടൊപ്പം പിതാവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും വരും. അവർ ഒരുമിച്ചാണ് വരുന്നത്. നാം ഒന്നായിരിക്കുന്നത് പോലെ, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കട്ടെ. ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവേ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. അപ്പോൾ പറയുകയാണ്, ഫിലിപ്പോസേ എന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൽ കർത്താവ്, ഞങ്ങൾക്ക് പിതാവിനെ കാണണം. എന്നെ കാണുന്നവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്താണ്? എന്നിൽ പിതാവുണ്ട്. പിതാവിനെയും എന്നെയും വേർപെടുത്താൻ കഴിയുകയില്ല. പിതാവായ ദൈവം, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, 3 പേരുമുണ്ട്. 3 പേരും ഒരുമിച്ചാണ് ആയിരിക്കുന്നത്. ഇവരെ വേർപെടുത്തി എടുക്കുവാൻ കഴിയുകയില്ല. നമുക്ക് മുൻപോട്ട് പോകാം. ആരാണ് രക്ഷിക്കപ്പെട്ടവൻ? തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ട് യേശു നൽകുന്നതായ പുതിയ ജീവിതത്തെ പ്രാപിച്ചെടുത്ത വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ടവൻ. അവരെന്താണ് ചെയ്യേണ്ടത്? സ്നാനം സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്? എൻ്റെ പഴയ തകർന്ന ജീവിതത്തെ ഞാൻ അടക്കം ചെയ്തിരിക്കുകയാണ്. യേശു നൽകുന്ന പുതിയ ജീവിതം പ്രാപിച്ചെടുത്ത് വെള്ളത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്നു എന്ന് നീ ലോകത്തിന് സാക്ഷ്യം പറയുകയാണ്. അതുപോലെ സ്നാനം എന്തിനെ സൂചിപ്പിക്കുന്നു? റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 3-ാം വാക്യം സ്നാനം എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നു നിങ്ങൾ അറിയുന്നില്ലയോ? സ്നാനം സ്വീകരിച്ചിരിക്കുന്നതായ സകല വ്യക്തികളും ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളികളാകുന്നു. ചോദ്യം, നിങ്ങളിൽ എത്ര പേർക്ക് മരിച്ചതിന് ശേഷം വീണ്ടും എഴുന്നേൽക്കണം, പുനരുദ്ധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലെന്ന് കരമേർത്താമോ? പ്രിയ സഹോദര സഹോദരി, നമ്മൾ മരിച്ചില്ല, പക്ഷെ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. നമ്മൾ അടക്കപ്പെട്ടില്ല, എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് അടക്കപ്പെട്ടു. നമ്മൾ ഉയർത്തെഴുന്നേറ്റില്ല, എന്നാൽ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിന് സാദൃശ്യമായിട്ട് നമ്മൾ മരിച്ചില്ല എങ്കിലും എന്തു ചെയ്യണം? പാപം നിമിത്തം മരിച്ചവനാകൊണ്ട് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മരിച്ചവൻ എന്തു ചെയ്യും? അടക്കം. അതുകൊണ്ട് വെള്ളത്തിലേക്ക് നമ്മെ മുക്കി അടക്കം ചെയ്യുന്നു. അത് മരണത്തെ സൂചിപ്പിക്കുന്നു. പാപം നിമിത്തമായി മരിച്ചിരിക്കുന്നു. 2, മരിച്ച വ്യക്തിയെ എന്തു ചെയ്യണം? അടക്കണം. എന്നെ അടക്കുകയാണ്. പുതിയ ജീവൻ പ്രാപിച്ചവനായി കർത്താവിനു വേണ്ടി ജീവിക്കുവാനായി വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതായത് ക്രിസ്തുവിനോടൊപ്പം ഞാനും മരിച്ചിരിക്കുന്നു, എന്നെ അടക്കിയിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് സാദൃശ്യം. നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 3-ാം വാക്യം, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതിനുവേണ്ടി അവന്റെ മരണത്തിന് പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്നാനമെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയുക. മരിക്കുക, അടക്കപ്പെടുക, വീണ്ടും ഉയർക്കുക. ഇപ്പോൾ നാം അടക്കുന്നത് ആരെയാണ്? പറയുക. മരിച്ചവരെയാണ്. ശരിയല്ലേ? ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ അടക്കുകയില്ല. ഇപ്പോൾ ആരാണ് സ്നാനം സ്വീകരിക്കേണ്ടത്? മരിച്ചുപോയ ആളുകൾ. മരിച്ചുപോയ ആളുകൾ. അയ്യോ, ഇതെന്താണ് ബ്രദർ? പാസ്റ്റർ എന്നെ ജീവിച്ചിരുന്നപ്പോഴാണല്ലോ സ്നാനപ്പെടുത്തിയത്. യേസ്, പാപം വിഷയത്തിൽ മരിച്ചുപോയതായ വ്യക്തികൾക്ക് സ്നാനം കൊടുക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്നാനം സ്വീകരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഞാൻ പാപിയായിരുന്നു, പാപപ്രകാരം ജീവിച്ച വ്യക്തിയായിരുന്നു. കർത്താവിനോട് മനസ്സലിവ് കാണിച്ചു, എനിക്കൊരു പുതിയ ജീവിതത്തെ തന്നു. അങ്ങനെയെങ്കിൽ ആ പഴയ സതീഷ് കുമാറിനെ എന്തു ചെയ്യണം? ആ പഴയ സതീഷ് കുമാർ ഇപ്പോൾ മരിച്ചുപോയല്ലോ. പഴയ ജീവിതം നയിച്ചു വന്നതായ സതീഷ് കുമാർ മരിച്ചല്ലോ. എന്തു ചെയ്യണം? പഴയ തകർന്ന ജീവിതം നയിച്ചു വന്ന ആ പഴയ സതീഷ് കുമാറിനെ എന്തു ചെയ്യണം? അവനെ അടക്കണം. ഇപ്പോൾ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സതീഷ് കുമാർ ആരാണ്?
യേശുക്രിസ്തു നൽകുന്നതായ പുതിയ ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനാണ് വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇതാണ് സ്നാനം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിന്റെ സ്നാനത്തെക്കുറിച്ച് നീ എന്തു പറയുന്നു? എൻ്റെ സ്നാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രദറു, ഒരുപാട് കാത്താണ് ഒരാലോചന വന്നത്. ഒരുപാട് കാലം കാത്തിരുന്ന് ഒരുപാട് ആലോചനകൾ വന്ന് മാറിപ്പോയതായിരുന്നു. അവസാനം ഒരു ആലോചന ഒത്തുവന്നു. അവരാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം ഉറപ്പിക്കുന്നു. അപ്പോൾ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ കേൾക്കണം, 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ വിവാഹം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്നാനപ്പെടേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ പാസ്റ്ററെ, ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് സ്നാനപ്പെടുക, സർട്ടിഫിക്കറ്റ് തന്നേക്കാം. ഇതെങ്ങനെയുള്ള സ്നാനമാണ് നിങ്ങൾ പറയണം. ഹലോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായ രക്ഷയല്ല ഇത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ രീതിയല്ല ഇത്. ആത്മീയതയല്ല ഇത്. പിന്നെന്താണ്? കല്യാണസ്നാനം. കല്യാണസ്നാനം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. കർത്താവിന് മാത്രമേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കർത്താവിന് മാത്രമേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവൻ സ്നാനമെടുക്കണം. കല്യാണ ബാപ്റ്റിസം നടക്കുകയില്ല. സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ സ്കൂളിലോ കോളേജിലോ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയോ എടുത്ത ചില സ്കൂളുകൾ ക്രിസ്തീയ സ്കൂളുകളാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ കോളേജാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സീറ്റ് ലഭിക്കൂ എന്ന് പറയുകയാണെങ്കിൽ സീറ്റിന് വേണ്ടി നീ ക്രിസ്ത്യാനിയാകുന്നു, സീറ്റിന് വേണ്ടി സ്നാനമെടുക്കുന്നു. നോ, കല്യാണ സ്നാനം നടക്കില്ല, സർട്ടിഫിക്കറ്റിൻ്റെ സ്നാനം നടക്കില്ല. പിന്നെ ഏത് സ്നാനമാണ് അംഗീകരിക്കപ്പെടുന്നത്? നീ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് യേശു നൽകുന്നതായ പുതിയൊരു ഹൃദയം നേടി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി മാത്രമേ സ്നാനപ്പെടുവാൻ പാടുള്ളൂ. ഇതാണ് യഥാർത്ഥമായ സ്നാനം. 2ാമതവർ രക്ഷിക്കപ്പെട്ടു, 3ാമതവർ സ്നാനപ്പെട്ടു. 4ാമതവർ എന്താണ് ചെയ്തത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. എന്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം? അതായത് രക്ഷിക്കപ്പെട്ടവനായ നീ നിശ്ചയമായിട്ടും വചനം കേൾക്കണം. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ അയക്കാറുണ്ട്. അവരുടെ കൈകളിൽ പുസ്തകമുണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കയ്യിലും ബുക്കുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്? ടീച്ചർ ആ ടെക്സ്റ്റ് ബുക്ക് വ്യക്തമായിട്ട് പഠിച്ചെടുത്തതുകൊണ്ട്, വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട്, വിവരിച്ച് പറയാൻ കഴിയുന്നതുകൊണ്ട്, കുട്ടികളത് കേട്ട് പഠിക്കുന്നതുകൊണ്ട്, കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ട്, ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കുവാനായിട്ട് അവർക്കൊരു ടീച്ചറിനെ ആവശ്യമാണ്. അതുപോലെ ദൈവഹിതം പോലെ ജീവിക്കുവാൻ, ദൈവം പറയുന്നത് പോലെ നടക്കുവാൻ, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വചനത്തെ വിവരിക്കുവാൻ സമർപ്പണമുള്ളവരായ എന്നെപ്പോലെയുള്ള ദൈവദാസന്മാരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ചിലരെ ഇടയന്മാരായിട്ടും ചിലരെ ഉപദേശകന്മാരായിട്ടും ചിലരെ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാനും ദൈവം തൻ്റെ കൃപാവരത്താൽ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണെങ്കിൽ, ആത്മീയനാണെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാനായി അവൻ്റെ സന്നിധിയിലേക്ക് വരണം. 2, വ്യക്തിപരമായിട്ട് നീ അല്പസമയത്തെ എല്ലാ ദിവസവും മാറ്റിവെച്ച് വചനത്തെ നീ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. കേൾക്കുക. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ജനിച്ചതായ ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാനായിട്ട് വചനം എന്ന മായമില്ലാത്തതായ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. വീണ്ടും ജനനം പ്രാപിച്ചവരായ നമ്മൾ ആത്മീയമായി വളരണമെന്നുണ്ടെങ്കിൽ പാല് വേണം. ആ പാലെന്താണ്? വചനം. എല്ലാ ദിവസവും നീ വചനം ധ്യാനിക്കുമ്പോൾ നീ അറിയാതെ തന്നെ ആത്മീയ ബലം പ്രാപിക്കുകയാണ്. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനപ്രകാരം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതം ദിനംതോറും വളർച്ച പ്രാപിക്കുന്നു, ബലപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുക, പിശാച് മറ്റൊന്നിനെയും ആരെയും ഭയപ്പെടില്ല, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ അവൻ ഭയപ്പെടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മാത്രമാണ് അവൻ ഭയപ്പെടുന്നത്. ആരുടെ മനസ്സിലാണ്, ആരുടെ ഹൃദയത്തിലാണ് വചനമുള്ളത്, അവരുടെ മീതെ പിശാചിൻ്റെതായ തന്ത്രങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. എൻ്റെ അരികിൽ വന്നിട്ട് പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് സഹോദരി സഹോദരന്മാർ വരാറുണ്ട്. വന്നിട്ട് പറയാറുണ്ട്, ദേവദാസ എൻ്റെ മേൽ മന്ത്രം ചെയ്തിരിക്കുന്നു. പലരും ക്ഷുദ്രപ്രയോഗങ്ങൾ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് കാൽവറി ഹൗസ് എന്ന ഒരു ഹൗസിൽ ആദ്യമായിട്ട് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദേവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരുന്നു. ഒരു ദിവസം ഞാൻ രാവിലെ ഉണർന്ന് പുറത്തേക്ക് വരുന്നതായ സമയത്ത് എൻ്റെ കാൽ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ടച്ച് ചെയ്തു.
ഇവിടെ ആരാണ് ന്യൂസ് പേപ്പർ കൊണ്ടിട്ടത് എന്ന് അറിഞ്ഞു നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ എൻ്റെ കാലിൻ്റെ അടുത്തായിട്ട് ആരോ കൊണ്ട് ഇട്ടിരിക്കുന്നു. ഇവിടെ ആരാണ് ന്യൂസ് പേപ്പർ കൊണ്ടിട്ടത് എന്ന് വിചാരിച്ചിറങ്ങി ന്യൂസ് പേപ്പറിനെ ഞാൻ പുറത്തേക്ക് വലിച്ചു. ന്യൂസ് പേപ്പർ ഞാൻ പുറത്തേക്ക് വലിച്ചപ്പോൾ അതിൽ കുറച്ച് അരിയും മഞ്ഞളും തലമുടിയും ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നിങ്ങൾക്കെന്താണ് മനസ്സിലായത്? പറയൂ. ആരോ എവിടെയോ എൻ്റെ നേരെ ഏതോ പറയൂ ചെയ്യുന്നു എന്നതാണ്. എന്നാൽ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവരും ദൈവദാസന്മാർ തന്നെയാണ്. എന്നാൽ ആരാണ് അകത്തേക്ക് വന്നത്? എപ്പോഴാണ് ഇതിവിടെ കൊണ്ടുവച്ചത്? എൻ്റെ നേരെ അത് അവർ വിചാരിക്കുന്നത് പോലെ ആഭിചാരമാണോ അതോ ക്ഷുദ്രപ്രയോഗമാണോ? എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്താണ് അവർ കൊണ്ടുവച്ചത്? എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ തന്നെയാണ്. അതവിടെ വെച്ചിട്ട് പോയി. ഇപ്പോഴത് കണ്ടതിന് ശേഷം നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? പറയൂ. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? അത് കണ്ടപ്പോൾ അയ്യോ പാവം ആളുകൾ എൻ്റെ നേരെ തന്നെ ഇത് കൊണ്ടുവച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് അതെടുത്തുകൊണ്ട് വന്ന് ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ കടന്നുപോയി. എന്തുകൊണ്ടെന്നാൽ അത് എന്നെ ഒന്നും ചെയ്യുകയില്ലെന്നാണോ ചെയ്യുമെന്നാണോ? ഉറക്കെ പറയുക. ചെയ്തിരുന്നുവെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തിലുള്ള ഒരു ദുരാത്മശക്തികൾക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുക ഇല്ല. എപ്പോഴാണ്? ദൈവം നിന്നിൽ ഉള്ളപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം ഒരു കൺകെട്ട് വിദ്യ നടത്തുന്നതായ മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ട്രെയിനിൽ വന്നിട്ട് കാലിയായ ഒരു ടിന്ന് കയ്യിലിട്ട് കുലുക്കുമ്പോൾ ആ ടിന്നിങ്ങനെ കുലുക്കിയിട്ട് ചില മന്ത്രങ്ങൾ ചൊല്ലുമായിരുന്നു. എന്നിട്ട് ഒറ്റയടിക്ക് ആ ടിന്ന് ഇങ്ങനെ തിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പണം വരുമായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ളതായ കാര്യം കണ്ടിട്ടുണ്ടോ? അനുഭവമുണ്ടോ? ശൂന്യമായി കിടക്കുന്ന ഒരു ചെറിയ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ചില്ലറകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? കരമുയർത്താമോ? കണ്ടതാണോ? അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. റൈറ്റ്. സോ ഈ രീതിയിൽ ആ ബോഗിൽ കയറിയിട്ട് ചെറിയ ടിന്നെടുത്ത് കുലുക്കുകയും അതിൻ്റെ ഉള്ളിൽ പണം കാണിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് അതിശയിച്ച് കൊള്ളാമല്ലോ, എന്തൊരു ശക്തിയാണിത്, വലിയ ഒരു ട്രിക്കാണെന്ന് പറഞ്ഞ ആളുകൾ സന്തോഷിക്കുന്ന സമയത്ത് ആ വ്യക്തി ഓരോരോ ബോഗികൾ കയറിയിറങ്ങി ഇങ്ങനെ വരുമായിരുന്നു. എൻ്റെ വിദ്യ വീണ്ടും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബോഗിയിലെ ആളുകളും ഇദ്ദേഹത്തോടൊപ്പം ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് വീണ്ടും ആ ടിന്നെടുത്തിട്ട് അയാൾ കുലുക്കി തുറന്നു നോക്കി. പക്ഷെ ഒന്നും വരുന്നില്ല. എന്താണ് മോനെ, അപ്പോൾ തന്നെ നമ്മുടെ ശക്തി പോയ, ബോഗി മാറിയതോടുകൂടി ശക്തി പോയി എന്ന് അവർ ചോദിച്ചു. എന്താണ്, മന്ത്രശക്തി പ്രവർത്തിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ നിൽക്ക്, ഇവിടെ എന്നേക്കാൾ ബലമായ ഒരു ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂലയിൽ ഒരു മനുഷ്യൻ വേദപുസ്തകം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നറിയാമോ? സാധു സുന്ദർ സിംഗ്. സാധു സുന്ദർ സിംഗ് എന്ന ശ്രേഷ്ഠനായ ദൈവഭക്തൻ ബൈബിൾ പിടിച്ചവിടെ ഇരിക്കുകയാണ്. അപ്പോഴാ കൺകെട്ട് വിദ്യക്കാരൻ പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായി, അവിടെയുണ്ട് ആ ശക്തി. എവിടെയാണുള്ളത്? എന്തിലാണുള്ളത്? ഇതിലുണ്ട്. അയാൾ പെട്ടെന്ന് സാധു സുന്ദർ സിംഗിനെ തട്ടി വിളിച്ചിട്ട്, ദേവദാസ, ആ ബൈബിൾ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബൈബിൾ കൊടുത്തു. അടുത്തുനിന്നവരോട് പറഞ്ഞു, ഈ ബൈബിൾ അടുത്ത ബോഗിലേക്ക് കൊണ്ടുപോവുക, എൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ നോക്കണം എൻ്റെ പവർ എന്താണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ടിന്നെടുത്തുകൊണ്ട് കുലുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പവർ കാണാമെന്ന് പറയും. പക്ഷേ ഒന്നും സംഭവിക്കാനിടയായില്ല. ശബ്ദവും വന്നില്ല, പണവും വന്നില്ല. അയാൾ വീണ്ടും സാധു സുന്ദർ സിംഗിനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ദേവദാസ, അങ്ങയുടെ ബൈബിൾ അടുത്ത ബോഗിലേക്ക് ഞാൻ കൊടുത്തുവിട്ടു, എന്നാൽ ബൈബിളിനെ സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും അങ്ങയുടെ കയ്യിലുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞെന്നറിയാമോ? എൻ്റെ കയ്യിലിരുന്ന ബൈബിളിനെ നിങ്ങൾ അടുത്ത ബോഗിലേക്ക് കൊടുത്തുവിട്ടു, എന്നാൽ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന വചനത്തെ മാത്രം നിനക്കെങ്ങോട്ടും കൊടുത്തുവിടാൻ കഴിയില്ല. ഈ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? ഏത് ഹൃദയത്തിലാണ്, ഏത് കുടിലിലാണ്, ഏത് ഗൃഹത്തിലാണ്, ഏത് മുറിയിലാണ് ദൈവത്തിൻ്റെ വചനം ഉള്ളത്, ആ വ്യക്തിയെ ആകട്ടെ, ആ ഗൃഹത്തെ ആകട്ടെ, പിശാചിന് ഒരിക്കലും കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. പിശാച് പരീക്ഷിക്കാൻ നോക്കിയേക്കാം, തൻ്റെ ശക്തിയൊക്കെ കാണിക്കാൻ ശ്രമിച്ചേക്കാം, എന്നാൽ നിന്നെ അവന് തൊടുവാനായിട്ട് കഴിയുകയേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശക്തിയെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന ഏകശക്തി എൻ്റെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഭൂതം ബാധിച്ചതായ ആളുകളുടെ മേൽ ബൈബിൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല, അവരത് ഇഷ്ടപ്പെടുകയില്ല. ബൈബിൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, അടുത്തു വരാൻ പോലും ഇഷ്ടപ്പെടില്ല. കാരണം പിശാചിന് നന്നായിട്ടറിയാം ഈ വചനത്തിലുണ്ടായിരിക്കുന്ന ശക്തി എന്താണ്. ദൈവമക്കളെ കേൾക്കുന്നുണ്ടോ? നിന്റെ മേൽ, നിന്റെ ഗൃഹത്തിൻ്റെ മേൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതെയിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഗൃഹത്തിൽ, നിന്റെ മുറിയിൽ ദൈവത്തിൻ്റെ വചനം നിശ്ചയമായി ഉണ്ടായിരിക്കണം. കുടുംബമായി പ്രാർത്ഥിക്കുന്നത്, കുടുംബമായി ചേർന്ന് വചനം വായിക്കുന്നത്, കുടുംബമായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നത് എല്ലാ കുടുംബത്തിനും, ഏത് കുടുംബമായാലും അതനുഗ്രഹമാണ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്കത് അത്യാവശ്യമാണ്. പരിശുദ്ധനായ പിതാവേ, ഈ വചനത്തിൽ കൂടി വളരെ വ്യക്തമായി സ്പഷ്ടമായി അറിയിച്ചതായ കർത്താവേ, ശ്രേഷ്ഠമായ സത്യങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറന്നുപോകാതെ താഴ്മയോടെ അനുസരണയോടുകൂടി കർത്താവേ നിന്റെ വചനത്തെ കൈക്കൊണ്ടുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങൾ, സ്നാനപ്പെട്ടവരായ ഞങ്ങൾ ഈ ദിവസം മുതൽ വചനത്തെ ഉപേക്ഷയായി കാണാതെ, സഭയായി കൂടി വരുന്നത് ഉപേക്ഷയായിട്ട് കാണാതെ, കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുക്കുന്നത്, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തള്ളിക്കളയാതെ നിന്നെ തന്നെ സേവിച്ച് നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.